ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പോകുന്നത് ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എയർപോർട്ടിലേക്കാണ്. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ടൈമാണ് ഇവിടെ ട്രാവൽ ചെയ്യുന്നത്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് കിട്ടിയ ഒരു ചാൻസാണ്. അപ്പോൾ നിങ്ങളെയും ഈ എയർപോർട്ട് ഒന്ന് കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. വെൽക്കം ടു ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ 2. ടെർമിനൽ ഇൻ എ ഗാർഡൻ എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇവർ എടുത്തിരിക്കുന്നത്. ഫുൾ ബാംബു വുഡ് ഇൻറ്റീരിയേഴ്സ്, ഹാങ്ങിങ് പ്ലാന്റ്സ്, നാച്ചുറൽ ലൈറ്റ് വരാനുള്ള സെറ്റപ്പ്. മൊത്തത്തിൽ നമുക്കിവിടെ ആ ഒരു ഇൻറ്റീരിയർ ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എയർപോർട്ടാണെന്ന് നമുക്ക് ഫീൽ ചെയ്യത്തേ ഇല്ല. ഒരു ലക്ഷറി ഗാർഡൻ റിസോർട്ട്, അതാണ് നമ്മുടെ മൈൻഡിൽ ആദ്യം തന്നെ ഇത് കണ്ടപ്പോൾ വന്നത്. ഇത് ഇങ്ങനെ ഒരു എയർപോർട്ടായിട്ട് ഇവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണോ? അതാണ് നമ്മുടെ മനസ്സിൽ വന്ന ആദ്യത്തെ ചോദ്യം. ഒരു 5 സ്റ്റാർ ഹോട്ടലിൻ്റെ പോലെ തന്നെയുണ്ട്. നമ്മൾ നോർമലി ബാംഗ്ലൂരിൽ ടെർമിനൽ 1 ട്രാവൽ ചെയ്യാറുള്ളത്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ഒരു മോഡേൺ റെഗുലർ എയർപോർട്ട് സെറ്റപ്പാണ്. പോരാത്തതിന് നല്ല ക്രൗഡ് ഉണ്ടാവാറുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ മൊത്തത്തിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഔട്ട്ലുക്കായിരുന്നു. അതായത് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ. നമ്മൾ അത്ര ആളുകളും ക്രൗഡും ഒന്നും അവിടെ കാണുന്നില്ല. പോരാത്തതിന് നല്ല അടിപൊളി ഇൻറ്റീരിയറും. ഈ നാച്ചുറൽ പ്ലാന്റ്സ് ആണ് ഇതൊക്കെ എന്ന് നമുക്കൊന്ന് കൺഫേം ചെയ്ത് അതൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ തന്നെ നമുക്ക് കുറച്ച് സമയം എടുത്തു കേട്ടോ. കാരണം എങ്ങനെ ഇതൊക്കെ ഇവർ മാനേജ് ചെയ്യുന്നു എന്നുള്ളതൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണല്ലോ. അപ്പോൾ അധികം സമയം വേസ്റ്റ് ആക്കാതെ തന്നെ അവിടുത്തെ ഒരു എയർപോർട്ട് സ്റ്റാഫ് ഇത് കാണിച്ചു തന്നു, എങ്ങനെയാണ് ഇവർ മേലെ കയറി ഈ പ്ലാന്റൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന്. ഇത്രയധികം എഫേർട്ട് എടുത്ത് ഇവർ ഇത്ര നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇത് കൊണ്ടു നടക്കണേന്ന് ഇവിടുത്തെ എല്ലാ സ്റ്റാഫിനും ഒരു ബിഗ് സല്യൂട്ട്. എനിവേ, ഈ ഒരു എയർപോർട്ട് കണ്ടതിൽ ഞങ്ങൾ ഭയങ്കര അധികം സന്തോഷമായി. ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എയർപോർട്ട് കൊണ്ടു നടക്കാം എന്ന് കാണിച്ചു തന്നത് ഞങ്ങൾക്ക് എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ഇതിൻ്റെ ഏത് കോർണറിൽ നോക്കിയാലും കണ്ണിന് കുളിർമ തന്നെ. നമുക്കങ്ങനെ ബോറടിക്കുകയെ അങ്ങനത്തെ ഒരു ഫീൽ ഇവിടെ വന്നില്ല കേട്ടോ. അതുമാത്രമല്ല, സാധാരണ ഒരു എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം സെക്യൂരിറ്റി ചെക്കിങ് ചെയ്യുക, അത് കഴിഞ്ഞ് ബാക്കി പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുക, പ്ലെയിൻ വരുമ്പോൾ ഇറങ്ങിപ്പോവുക. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ടൈം ലൈൻ. പക്ഷേ ഇവിടെ അതൊക്കെ തെറ്റിച്ചു. എല്ലാം കണ്ട് ആസ്വദിച്ച് അങ്ങനെ ഒരു ബിസി വേൾഡിൽ ഒരു സ്ലോ ആയിട്ടുള്ളൊരു പേസിൽ ലൈഫ് കൊണ്ടുപോകാം എന്ന് കാണിക്കുന്ന ഒരു എയർപോർട്ട്. അത്ഭുതം തന്നെ. ഇത് ഫസ്റ്റ് തിങ് തന്നെ നമ്മളിവിടെ നോട്ടീസ് ചെയ്തത് ഇവിടുത്തെ ബാംബു ഇൻറ്റീരിയേഴ്സും പ്ലാന്റ്സും ഒക്കെ ആയിരുന്നു. മൊത്തത്തിൽ ഒരു 5 സ്റ്റാർ സെറ്റപ്പ് ഫീലിംഗ് ആണ്. അതുപോലെ തന്നെ സർവീസസും പിന്നെ ഇവിടുത്തെ ഈ വാട്ടർഫോൾ സെറ്റപ്പൊക്കെ തന്നെ ഭയങ്കര അത്ഭുതം തന്നെയായിട്ട് തോന്നി. എഗെയിൻ, ഇവിടെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ അധികം കാര്യങ്ങളൊന്നും വേണ്ട. ഈ കാഴ്ചകളൊക്കെ കണ്ട് തന്നെ നടന്നാൽ മതി. ഇത് ഞാൻ പറഞ്ഞ പോലെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് കിട്ടിയ ഒരു ചാൻസ് ആയിരുന്നു. അധികം സമയമൊന്നും നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനായിട്ടില്ല. നമ്മുടെ പ്ലെയിൻ പോകാറായി. ഈ ഒരു ചാൻസിൽ ഒരു വാക്കിംഗ് ട്രെയിൽ മിസ്സാക്കിയത് ഞങ്ങൾക്കൊരു വിഷമമായിട്ട് മാറി. എനിവേ, നെക്സ്റ്റ് ടൈം ഞങ്ങൾ എന്തായാലും ഒരു കണക്ഷൻ ഫ്ലൈറ്റെങ്കിലും ഇവിടെ നിന്ന് പിടിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഇവിടെ എന്തായാലും എത്തിക്കോളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി. ടേക്ക് കെയർ.